ഈശോയുടെ ജനന തീയതി കൃത്യം, പക്ഷേ മരണദിനം സഭ കൃത്യമായി പറയാത്തത് എന്തുകൊണ്ടാണ്? ഈശോയുടെ ജനന തീയതി ഡിസംബർ 25 ആഘോഷിക്കപ്പെടുന്നു. എന്നാൽ യേശു മരിച്ച ദിവസം ആ തീയതി സഭ കൃത്യമായി പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണ്? പലരും ഉന്നയിക്കാറുള്ള ഒരു സംശയമാണ്. ഡിസംബർ മാസത്തിലെ ഒരു തണുപ്പുള്ള രാത്രിയിൽ ഡിസംബർ 25 ഈശോയുടെ മനുഷ്യാവതാരം ലോകമെമ്പാടുമുള്ളവർ ആഘോഷമാക്കുമ്പോൾ അവിടെ ഒരു നിശ്ചിത ഡേറ്റ് ക്രിസ്തുമസിനായിട്ടുള്ളപ്പോൾ ഗുഡ് ഫ്രൈഡേയും ഈസ്റ്ററും എല്ലാ കൊല്ലവും എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, തീയതികളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. അതെന്താ അങ്ങനെ? ചിലർ ഇതിന് പറയുന്ന ഒരു മറുപടി, അങ്ങനെ കൃത്യമായൊരു തീയതി നൽകിയാൽ ഗുഡ് ഫ്രൈഡേ എല്ലാ പ്രാവശ്യവും ഫ്രൈഡേ തന്നെ വരില്ല എന്നതാണ്. അതായത് ഈശോ മരിച്ചത് ഒരു വെള്ളിയാഴ്ച ദിവസമാണെന്നിരിക്കെ അവിടെ ഒരു തീയതി നിശ്ചയിക്കപ്പെട്ടാൽ അതെല്ലാ കൊല്ലവും വെള്ളിയാഴ്ച ദിവസം തന്നെ വരില്ല എന്നുള്ളതാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഈ വർഷം ഏപ്രിൽ 18 ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചത്. എന്നാൽ അടുത്ത വർഷം അത് ഏപ്രിൽ 18 തന്നെയാണ് എങ്കിൽ അങ്ങനെ വരില്ല. എന്നാലും അങ്ങനെ ചിന്തിച്ചാൽ ഏപ്രിൽ 18 ഒരു ശനിയാഴ്ച ദിവസമായിരിക്കും, അതൊരിക്കലും ഒരു വെള്ളിയാഴ്ച ദിവസം ആവുകയില്ല. അതുപോലെ ഇങ്ങനെ ഒരു നിശ്ചിത തീയതി ഉണ്ടെങ്കിൽ ഈസ്റ്റർ ഒരു ഞായറാഴ്ച ദിവസം തന്നെ ആകുമെന്നതിൽ യാതൊരു ഉറപ്പുമില്ല. ഈ മറുപടികളിലൊക്കെ അല്പം കാര്യമുണ്ട് എങ്കിൽ കൂടി ഇത് മാത്രമായിരിക്കുമോ ഇതിൻ്റെ യഥാർത്ഥ കാരണം? എന്തുകൊണ്ടാണ് ഈശോയുടെ മരണദിനം സഭ കൃത്യമായി പ്രഖ്യാപിക്കാത്തത്? അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ആദിമ കാലഘട്ടത്തിൽ പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ തമ്മിലുള്ള തർക്കങ്ങളും ക്രിസ്തുവിൻ്റെ മരണദിവസത്തെക്കുറിച്ചുള്ള തർക്കങ്ങളും രൂപപ്പെട്ടപ്പോൾ വിശുദ്ധ ഇരണേവൂസ് അതിനൊരു മാധ്യസ്ഥം വഹിക്കുകയുണ്ടായി. അപ്പോൾ ഒരു ചോദ്യം കൂടി വരാം, ആരാണ് വിശുദ്ധ ഇരണേവൂസ്? റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഗോളിലെ ലുഗ്ദാനുമിലെ മെത്രാനായിരുന്നു വിശുദ്ധ ഇരണേവൂസ്. അതായത് ആധുനിക ഫ്രാൻസിലെ ലിയോണിലെ ആദ്യകാല സഭാപിതാവും വിശ്വാസ പരിരക്ഷകനുമായിരുന്ന അദ്ദേഹത്തിൻ്റെ രചനകളാണ് ക്രിസ്തുമത ദൈവശാസ്ത്രത്തിൻ്റെ ആദ്യകാല വികാസങ്ങൾക്ക് നിദാനമായത്. അപ്പസ്തോലനായ യോഹന്നാന്റെ ശിഷ്യനായിരുന്ന പോളികാർപ്പിന്റെ ശ്രോതാവായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ വിശുദ്ധ ഇരണേവൂസിനുണ്ട്. അതുപോലെ അദ്ദേഹം ജീവിച്ച കാലഘട്ടം എന്ന് പറയുന്നത് AD 130 മുതൽ AD 202 വരെയാണ്. അപ്പോൾ അങ്ങനെ ഈശോയുടെ മരണദിവസത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ രൂപപ്പെട്ടപ്പോൾ ഇരണേവൂസ് പിതാവിന്റെ തീരുമാനം ഇപ്രകാരമായിരുന്നു: ഈശോയുടെ ഉത്ഥാന തിരുനാൾ ഈസ്റ്റർ എന്ന് ആഘോഷിക്കുന്നു. അതിൻ്റെ 3 ദിവസം മുമ്പാണല്ലോ ഈശോ മരിക്കുന്നത്. അതുകൊണ്ട് ഒരു നിശ്ചിത ദിവസം എന്ന് മാറ്റിയിട്ട് പാശ്ചാത്യ പൗരസ്ത്യ സഭകൾക്കായിട്ട് ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം മാനദണ്ഡമായിട്ട് എടുത്തു. അതാണ് എക്കിനോസ്. എക്കിനോസ് എന്നാൽ നമുക്കറിയാം, ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ സൂര്യൻ വരികയും പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് എക്കിനോസ് എന്ന് പറയുന്നത്. പാശ്ചാത്യ സഭയ്ക്കും പൗരസ്ത്യ സഭയ്ക്കും പൊതുവായ ഒരു സങ്കല്പം ഇതാണ് എക്കിനോസ്. എക്കിനോസ് സംഭവിക്കുന്നത് മാർച്ച് 21 എക്കിനോസ് മാർച്ച് 21 കഴിഞ്ഞു വരുന്ന വെളുത്തവാവിൻ്റെ പിറ്റേ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കുന്നു എന്ന് വിശുദ്ധ ഇരണേവൂസ് തീരുമാനിച്ചു. ആ തീരുമാനമാണ് ഈസ്റ്ററിൻ്റെ തീയതി നിർണ്ണയിക്കാൻ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായും ഇതിനു മുമ്പുള്ള വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ ആയും കണക്കാക്കപ്പെടും. ഇനി ഈശോ മരിച്ച കൃത്യമായ തീയതി ഇതുവരെയും അപ്പോൾ കണ്ടെത്തിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അനേകം ഗവേഷണങ്ങളിലൂടെ പണ്ഡിതന്മാർ ഇതിന് ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. ഏപ്രിൽ 7 ഉച്ച കഴിഞ്ഞ് 3 മണി സമയത്താണ് ഈശോ മരിച്ചത് എന്ന് അവർ വിലയിരുത്തുന്നു. എങ്കിലും ഇതിന് ഔദ്യോഗിക അംഗീകാരം നൽകിയിട്ടില്ല. സഭയിൽ ഈശോയുടെ മരണദിനം നിശ്ചയിക്കുന്നത് ഈ രീതിയിലാണ്. വിശുദ്ധ ഇരണേവൂസ് പറഞ്ഞു വെച്ച അതേ രീതിയിലാണ് സഭയിൽ ഈശോയുടെ മരണദിനം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ദിവസങ്ങൾ കൃത്യമായിരിക്കുമെങ്കിലും തീയതികൾ മാറ്റപ്പെടാം. ഒരു വചനം കൂടി ചേർത്ത് വായിക്കാം. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. റോമ 5 അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന് സ്തുതി.